ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 2-3 ദിവസമായി ഞാൻ വീഡിയോ ചെയ്തിട്ട് ഭയങ്കര തിരക്കായിപ്പോയി. ഹസ്ബൻഡിൻ്റെയും മോൻ്റെയും തല മുട്ടടിക്കലും പരിപാടിയൊക്കെ ആയിട്ട് കുറച്ച് തിരക്കായിരുന്നു. അതുകൊണ്ടായിരുന്നു 2-3 ദിവസത്തെ ഒരു ഗ്യാപ്പ് വന്നത് വീഡിയോയ്ക്ക്. അല്ലെങ്കിൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു. അതുകൊണ്ട് പേര് മെൻഷൻ ചെയ്യാനും കുറച്ച് പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്നും നടന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പേര് മെൻഷൻ ചെയ്യുന്നതാണ് 6 പേരുടെ. അപ്പോൾ അതിനുശേഷം കമൻറ്റ് ചെയ്തവരുടെ പേര് ഞാൻ അടുത്ത വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. ഇൻ കേസ് ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്നുകൂടെ കമൻറ്റ് ചെയ്യുക. ഞാൻ പേര് മെൻഷൻ ചെയ്യാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പേര് മെൻഷൻ ചെയ്യുന്നുണ്ട്. എല്ലാവരും അവരുടെ ചാനൽ കാണുക, സപ്പോർട്ട് ചെയ്യുക, അവരെ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേര് ഞാൻ വായിക്കാം. ലയൂസ് ഡയറി, ധനൂസ് വേൾഡ് 4224, ഫ്രിസ് ട്രാക്ക് മീഡിയ, മീ ആൻഡ് ഫാമിലി വ്ളോഗ് 6945, പെപ്പർ റോസ്റ്റ് 8520 ആൻഡ് അടുത്ത ചാനൽ വസീകര 24. അപ്പോൾ ഈ 6 ചാനൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്യണം. ദയവ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൽ അവരുടെ വീഡിയോസ് കണ്ടതിന് ശേഷം നിങ്ങൾ അവർക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഷോർട്ടായിട്ട് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനും കുറച്ച് ബിസി ആയതുകൊണ്ട് എനിക്ക് ഒരുപാട് ടൈമില്ല ഇതൊക്കെ എഡിറ്റ് ചെയ്യാനും ഒന്നിനും. അപ്പം ജസ്റ്റ് അത്രയൊരു ഗ്യാപ്പ് വരണ്ടല്ലോ എന്ന് ഓർത്താണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് നല്ലൊരു വ്യൂസ് റീച്ച് കിട്ടണം എന്ന് എല്ലാവരും തന്നെ ആഗ്രഹിക്കുന്നുണ്ടാവുമല്ലേ. അപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന ഒരു ടൈം ഉണ്ടല്ലോ, അപ്പോൾ അത് നമുക്ക് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ചിലരുടെ എനിക്ക് നോട്ടിഫിക്കേഷൻ രാത്രി 11 മണിക്ക് 12 മണിക്കൊക്കെ എനിക്ക് നോട്ടിഫിക്കേഷൻ വരാറുണ്ട്. അപ്പോൾ ലേറ്റ് നൈറ്റിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മുടെ വ്യൂസ് വളരെ കുറയാൻ ചാൻസ് ഉണ്ട്. കാരണം ആ ഒരു ടൈമിൽ അധികം ആരും യൂട്യൂബ് യൂസ് ചെയ്യുന്ന ഒരു ടൈമല്ല. മാക്സിമം എല്ലാവരും തന്നെ ഒരു ഉറങ്ങുന്ന സമയമാണ്, ഒരു 11 to മോർണിംഗ് 5 to 6 o'clock വരെ. അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഏത് സമയമാണോ കൂടുതലായിട്ട് യൂട്യൂബ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു ഓപ്ഷൻ YT സ്റ്റുഡിയോയിൽ തന്നെയുണ്ട്. അപ്പോൾ നിങ്ങൾ യൂട്യൂബിൻ്റെ YT സ്റ്റുഡിയോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് അതിൽ ചെക്ക് ചെയ്യുക. നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് മാക്സിമം നിങ്ങളുടെ വീഡിയോസ് കാണുന്ന ടൈം ഏതാണ്, ആ ഒരു ഡ്യൂറേഷൻ ഏതാണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ടൈമിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം. ചിലർക്ക് അതിൽ മോർണിംഗ് ആയിരിക്കും കാണിക്കുന്നത്, ചിലപ്പോൾ ആഫ്റ്റർനൂൺ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ അതിൽ കാണിക്കുന്നത് റിഫ്ലക്റ്റ് ചെയ്യുന്നത്, അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾ മാക്സിമം അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ എങ്ങനെയാണ് അത് ചെക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എപ്പോഴാണ് കൂടുതലായിട്ട് യൂട്യൂബ് യൂസ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് YT സ്റ്റുഡിയോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിൽ 3ാമത്തെ ഓപ്ഷനായ അനലിറ്റിക്സ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ മുകളിൽ ഓഡിയൻസ് എന്നൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു ഗ്രാഫ് നമുക്ക് കാണാൻ പറ്റും. വെൻ യുവർ വ്യൂവേഴ്സ് ആർ ഓൺ യൂട്യൂബ് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രാഫിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ നമുക്ക് കാണിക്കും നൈറ്റ് 11:59 മുതൽ മോർണിംഗ് 5:59 വരെ അധികം ആരും യൂസ് ചെയ്യാറില്ല. അപ്പോൾ അതിലവിടെ ഒരു ബ്ലൂ ലൈൻ വെച്ചിട്ടുണ്ട്, വളരെ ലൈറ്റായിട്ടുള്ള ബ്ലൂ ലൈനാണ്. അപ്പോൾ അതിൽ ആൾക്കാർ അധികമായിട്ട് യൂസ് ചെയ്യത്തില്ല. അപ്പോൾ നിങ്ങൾ ആ ഒരു ടൈമിൽ അപ്ലോഡ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 6 മണി മുതൽ ഉള്ള ടൈമാണ്. അപ്പോൾ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും അധികം ആൾക്കാർ യൂസ് ചെയ്യാറില്ല. ഏറ്റവും നല്ല ബെസ്റ്റായിട്ടുള്ള ടൈം എനിക്കതിൽ റിഫ്ലക്റ്റ് ആകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 5:30 ശേഷമുള്ള ടൈമാണ്. അപ്പോൾ നമ്മൾ ഹെവി ഡാർക്കായിട്ടുള്ള ബ്ലൂ ലൈൻ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ ആ ഒരു ലൈനുള്ള ആ ഒരു ടൈമിലാണ് എനിക്ക് കൂടുതലും വ്യൂവേഴ്സ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ പോയി ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അത് നോക്കി ആ ടൈമിൽ അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. വളരെ ഈസിയാണ് ഇത് ചെക്ക് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ ആ YT സ്റ്റുഡിയോയിൽ പോയിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളുടെ ടൈം ഏതാണ് കാണിക്കുന്നത്. ഇപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് ഒരു 5:30 അബോവ് ആ ടൈമിലാണ്. അപ്പോൾ ഞാനൊരു ഓൾമോസ്റ്റ് 4 o'clockന് ശേഷമാണ് ഞാൻ നോർമലി 3:30 or 4 o'clockന് ശേഷമാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങളൊന്ന് അപ്ലോഡ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം അതേസമയം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ മെൻഷൻ ചെയ്ത ആൾക്കാരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അവരുടെ വീഡിയോസ് കാണുക, അവരെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കുറച്ച് പേര് കൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, പേര് മെൻഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരുടെ പേരും ഇത് ചാനലിൻ്റെ നെയിം ഞാൻ എന്തായാലും അടുത്ത ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ മെൻഷൻ ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.